നമസ്കാരം. +2 ചരിത്ര പാഠപുസ്തകത്തിലെ 6-ാമത്തെ അധ്യായത്തിൽ നിന്നും പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. 6-ാമത്തെ അധ്യായത്തിൻ്റെ പേര് ഭക്തി സൂഫി പാരമ്പര്യങ്ങൾ അല്ലെങ്കിൽ ഭക്തി സൂഫി ട്രഡീഷൻസ് എന്നാണ്. ഇന്ത്യയിൽ 8-ാം നൂറ്റാണ്ട് മുതൽ 18-ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടം ജനങ്ങളുടെ മതവിശ്വാസങ്ങളുടെയും പാരമ്പര്യങ്ങളുടെയും വലിയ മാറ്റങ്ങൾ സംഭവിച്ച കാലഘട്ടമായിരുന്നു. ഇക്കാലത്താണ് ഹൈന്ദവ സന്യാസിമാരുടെയും അതുപോലെ പരിഷ്കർത്താക്കളുടെയും നേതൃത്വത്തിൽ ഭക്തി പ്രസ്ഥാനം ആരംഭിച്ചത്. മോക്ഷപ്രാപ്തിക്ക് ഭക്തിയുടെ അല്ലെങ്കിൽ ഈശ്വരാർപ്പണത്തിൻ്റെ മാർഗം സ്വീകരിച്ചുകൊണ്ട് അവർ ഭക്തി പ്രചരിപ്പിച്ചു. ഇസ്ലാം മതത്തിലും പരിഷ്കരണ പ്രസ്ഥാനങ്ങളുണ്ടായി. ഇതിനെ സൂഫിസം എന്ന് വിളിക്കുന്നു. ഈ രണ്ട് പ്രസ്ഥാനങ്ങളും ജനങ്ങളുടെ ജീവിതത്തെ വളരെ ആഴത്തിൽ സ്വാധീനിച്ചിരുന്നു. നമുക്ക് പരിശോധിക്കാം, ഈ അധ്യായത്തിൽ നിന്ന് എന്തെല്ലാം വൺ വേർഡ് ചോദ്യങ്ങളാണ് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളത്. ഒന്നാമത്തെ ചോദ്യം, ദി കോൺസെപ്റ്റ് ഓഫ് ഗ്രേറ്റ് ആൻഡ് ലിറ്റിൽ ട്രഡീഷൻസ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ. ബൃഹത് ലഘു പാരമ്പര്യം എന്ന സങ്കല്പത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? ഉത്തരം റോബർട്ട് റെഡ്ഫീൽഡ്. നെക്സ്റ്റ് വൺ, ജഗന്നാഥ് വാസ് എ ഫോം ഓഫ് ദി ഫേമസ് ഗോഡ് ഡാഷ്. ജഗന്നാഥൻ ഏത് ദൈവത്തിൻ്റെ രൂപമാണ്? ആൻസർ വിഷ്ണു. നെക്സ്റ്റ് വൺ, ദി കളക്ഷൻ ഓഫ് ദി പോയംസ് ഓഫ് അപ്പർ സംബന്ധർ ആൻഡ് സുന്ദരർ. അപ്പാർ സംബന്ധർ സുന്ദരർ എന്നിവരുടെ ശൈവ കീർത്തനങ്ങളുടെ സമാഹാരമാണ് ഡാഷ്. ആൻസർ തേവാരം. അടുത്ത ചോദ്യം, ദി ബുക്ക് നോൺ ആസ് തമിഴ് വേദ. തമിഴ് വേദമായി അറിയപ്പെടുന്ന ഗ്രന്ഥമാണ് ഡാഷ്. ഉത്തരം 4000 ദിവ്യപ്രബന്ധം. അടുത്ത ചോദ്യം, വീരശൈവ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകനാണ് ഡാഷ്. ദി ഫൗണ്ടർ ഓഫ് വീരശൈവ മൂവ്മെൻറ്റ്. ഉത്തരം ബാസവണ്ണ. നെക്സ്റ്റ് വൺ, ദി അറബ് ഇൻവേഷൻ ഓഫ് സിന്ധ് took place under the leadership of dash. അറബുകളുടെ സിന്ധാക്രമണം നടത്തിയത് ആരുടെ നേതൃത്വത്തിലാണ്? ഉത്തരം മുഹമ്മദ് ബിൻ കാസിം. നെക്സ്റ്റ് വൺ, ദി ഫൗണ്ടർ ഓഫ് ചിസ്റ്റി സിൽസില. ചിസ്റ്റി സിൽസിലയുടെ സ്ഥാപകനാണ് ഡാഷ്. ഉത്തരം ഖ്വാജ മൊയ്നുദ്ദീൻ ചിസ്തി. അടുത്ത ചോദ്യം, ദി ടോംബ് ഓഫ് ഖ്വാജ മൊയ്നുദ്ദീൻ ചിസ്തി ഈസ് സിറ്റുവേറ്റഡ് അറ്റ് ഡാഷ്. ഖ്വാജ മൊയ്നുദ്ദീൻ്റെ ഖബറിടം സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ഡാഷ്. ഉത്തരം അജ്മീർ. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ലൂരിനാമ? ലൂരിനാമ എന്നാൽ എന്താണ്? ഉത്തരം ലുലബീസ് അല്ലെങ്കിൽ താരാട്ടുപാട്ടുകൾ. വാട്ട് ഈസ് ഷാദീനാമ? ഷാദീനാമ എന്നാൽ എന്താണ്? ഉത്തരം വെഡിങ് സോങ്സ് അല്ലെങ്കിൽ വിവാഹഗാനങ്ങൾ. നെക്സ്റ്റ് വൺ, ദി ഹിംസ് കോൾഡ് ഷബാബ് വേർ റിട്ടൺ ബൈ ഡാഷ്. ഷബാബ് എന്ന കീർത്തനങ്ങളുടെ രചയിതാവാണ് ഡാഷ്. ഉത്തരം ഗുരുനാനാക്ക്. അടുത്ത ചോദ്യം, ആദി ഗ്രന്ഥ സാഹിബ് വാസ് കമ്പോസ്ഡ് ബൈ ഡാഷ്. ആദി ഗ്രന്ഥ സാഹിബ് രചിച്ചത്? ഉത്തരം ഗുരു അർജുൻ സിംഗ്. നെക്സ്റ്റ് വൺ, ദി ഫൗണ്ടർ ഓഫ് ഖൽസ പാന്ത്. ഖൽസ പാന്തിൻ്റെ സ്ഥാപകനാണ് ഡാഷ്. ഉത്തരം ഗുരു ഗോവിന്ദ് സിംഗ്. നെക്സ്റ്റ് വൺ, 4000 ദിവ്യപ്രബന്ധം വാസ് കമ്പോസ്ഡ് ബൈ ഡാഷ്. 4000 ദിവ്യപ്രബന്ധം രചിച്ചത് ഡാഷ് ആണ്. ഉത്തരം നാദമൂർത്തി. അടുത്ത ചോദ്യം, ദി ഫേമസ് വുമൺ ആൾവാർ ഇൻ സൗത്ത് ഇന്ത്യ വാസ് ഡാഷ്. ദക്ഷിണേന്ത്യയിലെ പ്രശസ്ത വനിതാ ആഴ്വാരാണ് ഡാഷ്.
ഉത്തരം ആണ്ടാൾ. നെക്സ്റ്റ് വൺ, ദി അറബ് കോൺക്വസ്റ്റ് ഓഫ് സിന്ധ് ഇൻ ഡാഷ് ഇയർ. അറബികൾ സിന്ധ് ആക്രമിച്ച വർഷമാണ് ഡാഷ്. ഉത്തരം AD 712. അടുത്ത ചോദ്യം, ദി റിലീജിയസ് ടാക്സ് imposed by the Muslim rulers to non-Muslims known as dash. മുസ്ലിം ഭരണാധികാരികൾ അമുസ്ലിങ്ങൾക്ക് മേൽ ചുമത്തിയിരുന്ന മതനികുതി ഡാഷ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഉത്തരം ജിസിയ. നെക്സ്റ്റ് വൺ, ദി സൂഫീസ് ഹൂ ഫോളോവ്ഡ് ദി ശരിയത്ത് കോൾഡ് ഡാഷ്. ശരിയത്ത് അനുസരിച്ച് ജീവിക്കുന്ന സൂഫികൾ അറിയപ്പെടുന്നത് ഭാഷറ. അതാണ് ഉത്തരം. അടുത്ത ചോദ്യം, ദി സൂഫീസ് ഹൂ ഇഗ്നോർഡ് ദി ശരിയത്ത് കോൾഡ് ഡാഷ്. ശരിയത്ത് അനുസരിക്കാതെ ജീവിക്കുന്ന സൂഫികൾ അറിയപ്പെടുന്നത് ഉത്തരം ബേഷറ. അടുത്ത ചോദ്യം, ദി ദർഗ ഓഫ് ഷെയ്ഖ് നിസാമുദ്ദീൻ ഔലിയ ഈസ് സിറ്റുവേറ്റഡ് ഇൻ ഡാഷ്. നിസാമുദ്ദീൻ ഔലിയയുടെ ശവകുടീരം സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ഉത്തരം ഡൽഹി. അടുത്ത ചോദ്യം, പിൽഗ്രിമേജ് ടു ദി ടോംബ് ഓഫ് സൂഫി സെയിൻസ് വാസ് കാൾഡ് ഡാഷ്. സൂഫി സന്യാസിമാരുടെ ശവകുടീരത്തിലേക്കുള്ള തീർത്ഥാടനം അറിയപ്പെടുന്നത് ഉത്തരം സിയാറത്ത്. അടുത്ത ചോദ്യം, മ്യൂസിക്കൽ ബാൻഡ് ഓഫ് സൂഫിസം ഈസ് ഡാഷ്. സൂഫിസത്തിലെ സംഗീത ഗ്രൂപ്പാണ് ഡാഷ്. ഉത്തരം സാമ. നെക്സ്റ്റ് വൺ, സ്പെഷ്യലി ട്രെയിൻഡ് മ്യൂസീഷ്യൻസ് ഓഫ് സൂഫിസം ഈസ് കോൾഡ് ഡാഷ്. പരിശീലനം സിദ്ധിച്ച സൂഫി സംഗീതജ്ഞരാണ് ഡാഷ്. ഉത്തരം ഖ്വാലി. നെക്സ്റ്റ് വൺ, ദി വേർഡ് യൂസ്ഡ് ഫോർ സൂഫിസം ഇൻ ഇസ്ലാമിക് ടെക്സ്റ്റ് വാസ് ഡാഷ്. ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ സൂഫിസം എന്ന പദത്തിനു പകരം ഉപയോഗിക്കുന്ന വാക്കാണ് ഉത്തരം തസാവൂഫ്. അടുത്ത ചോദ്യം, ഇൻ മുഗൾ റൂൾ നോൺ മുസ്ലിംസ് വേർ റിഗാർഡഡ് ആസ് പ്രൊട്ടക്റ്റഡ് പീപ്പിൾ ആൻഡ് വർ കോൾഡ് ഡാഷ്. മുഗൾ ഭരണത്തിൽ സംരക്ഷിതരായ അമുസ്ലിങ്ങൾ അറിയപ്പെട്ടിരുന്നത് ഡാഷ് എന്ന പേരിലാണ്. ഉത്തരം സിമ്മി. നെക്സ്റ്റ് വൺ, സൂഫീസ് ആൻഡ് ദെയർ ഡിസൈപ്പിൾസ് ലിവ്ഡ് ഇൻ ഡാഷ്. സൂഫി വര്യന്മാരും ശിഷ്യന്മാരും താമസിച്ചിരുന്ന സ്ഥലമാണ് ഉത്തരം ഖാൻകാഹുകൾ. സൂഫി ടീച്ചേഴ്സ് വേർ നോൺ ആസ് ഡാഷ്. സൂഫി അധ്യാപകർ അറിയപ്പെടുന്നത് ഉത്തരം ഷെയ്ഖ് അല്ലെങ്കിൽ പീർ അല്ലെങ്കിൽ മുർഷിദ്. സൂഫി ഡിസൈപ്പിൾസ് ആർ നോൺ ആസ്. സൂഫി ശിഷ്യന്മാർ അറിയപ്പെടുന്നത് ഉത്തരം മുരിദ്സ്, മുരിദുകൾ. അടുത്ത ചോദ്യം, ഇൻ സൗത്ത് ഇന്ത്യ ദി ഡിവോട്ടീസ് ഓഫ് ശിവ നോൺ ആസ് ഡാഷ്. ദക്ഷിണേന്ത്യയിൽ ശൈവ ആരാധകർ അറിയപ്പെടുന്നത് ഉത്തരം നായനാഴ്സ്. അടുത്ത ചോദ്യം, ദക്ഷിണേന്ത്യയിൽ വൈഷ്ണവ ആരാധകർ അറിയപ്പെടുന്നത് ഇൻ സൗത്ത് ഇന്ത്യ ദി ഡിവോട്ടീസ് ഓഫ് വിഷ്ണു നോൺ ആസ് ഡാഷ്. ഉത്തരം ആഴ്വാർ, ആഴ്വാർമാർ. നെക്സ്റ്റ് വൺ, ദി ഇസ്ലാമിക് ലോസ് ആർ നോൺ ആസ് ഡാഷ്. ഇസ്ലാമിക നിയമങ്ങൾ അറിയപ്പെടുന്നത് ഉത്തരം ശരിയ അല്ലെങ്കിൽ ശരിയത്ത്. അടുത്ത ചോദ്യം, ലിങ്ക് കോളം A to B. പരീക്ഷയ്ക്ക് AB കോളങ്ങൾ മാച്ച് ചെയ്യാൻ വേണ്ടി ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. ഇവിടെ നമ്മൾ ചോദ്യങ്ങളും ഉത്തരങ്ങളും വളരെ ശരിയായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഓർഡറിലാവില്ല പരീക്ഷയ്ക്ക് ചോദിക്കുക. നമുക്ക് പരിശോധിക്കാം. A കോളത്തിൽ 1 ആൾവാഴ്സ്, 2 ഉലമാസ്, 3 പരാഷിക, 4 തസാവൂഫ്. ബി കോളം ഡിവോട്ടീസ് ഓഫ് വിഷ്ണു, ഇസ്ലാമിക് സ്കോളേഴ്സ്, പീപ്പിൾ ഓഫ് പേർഷ്യ, സൂഫിസം. അതിൽ ആഴ്വാർമാർക്ക് യോജിക്കുന്നത് ഡിവോട്ടീസ് ഓഫ് വിഷ്ണു, വൈഷ്ണവ ആരാധകരാണ് ആഴ്വാർമാർ. ഉലമാസ്,
മതപണ്ഡിതന്മാർ, ഇസ്ലാമിക് സ്കോളേഴ്സ്. അടുത്തത് പരാശിക, പീപ്പിൾ ഓഫ് പേർഷ്യ. പേർഷ്യയിൽ നിന്ന് വന്ന ആളുകൾ അറിയപ്പെടുന്നത് പരാശിക എന്ന പേരിലായിരുന്നു. തസാവൂഫ്, സൂഫിസം. സൂഫിസത്തിന് ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ പറയുന്ന പേരാണ് തസാവൂഫ്. അടുത്തത് നോക്കാം. എ കോളത്തിൽ സിമ്മി, സിൽസില, സിയാറത്ത്, റബ്ബ്. ബി കോളം പ്രൊട്ടക്ഷൻ, ചെയിൻ, പിൽഗ്രിമേജ്, അൾട്ടിമേറ്റ് സോൾ. അതിൽ സിമ്മി പ്രൊട്ടക്ഷൻ, സംരക്ഷണം ലഭിക്കുന്ന ജനവിഭാഗം, മുസ്ലിം വിഭാഗമല്ലാത്ത ആളുകൾ. സിൽസില ചെയിൻ, അതിൻ്റെ വാച്യാർത്ഥം ചെയിൻ അല്ലെങ്കിൽ ചങ്ങല എന്നാണ് സിൽസില എന്ന് പറഞ്ഞാൽ സൂഫിസിൽ. സിയാറത്ത് പിൽഗ്രിമേജ്, അത് സൂഫി വര്യന്മാരുടെ കബറിടത്തിലേക്ക് നടത്തുന്ന തീർത്ഥാടനമാണ് അറിയപ്പെടുന്നത് സിയാറത്ത് എന്ന പേരിൽ. റബ്ബ് അൾട്ടിമേറ്റ് സോൾ. അപ്പോൾ നമ്മുടെ 6ാമത്തെ അധ്യായത്തിൽ നിന്നും പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള മുഴുവൻ ഒബ്ജക്റ്റീവ് ടൈപ്പ് വൺ വേർഡ് ചോദ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായമാണിത്. ഒട്ടേറെ ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട് ഈ അധ്യായത്തിൽ നിന്ന്, വൺ വേർഡ് ചോദ്യങ്ങളായിട്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ക്ലാസ്സിൽ 7ാമത്തെ അധ്യായത്തിലെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യങ്ങളും ഉത്തരങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. തൽക്കാലം നിർത്തുന്നു. താങ്ക് യു.